കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ മറ്റൊരു പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നു. യാത്രക്കാരുടെ നിരന്തര ആവശ്യം പരിഗണിച്ച് നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള വഴി സുഗമമാണോ എന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഈ വിഷയത്തിൽ എംപിയും പൊതുജനങ്ങളും പ്രതികരിച്ചിട്ടുണ്ട്. കാണാം നമുക്ക് ആ റിപ്പോർട്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ ഏറെ നാളായുള്ള സ്വപ്നവും ആഗ്രഹവുമായിരുന്നു നെടുമ്പാശ്ശേരിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഒടുവിൽ അത് യാഥാർത്ഥ്യമാകുകയാണ്. ഈ വർഷം ഡിസംബർ അവസാനത്തോടുകൂടി പണികൾ ആരംഭിച്ച് അടുത്ത വർഷം ഡിസംബറോടുകൂടി പണികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനാണ് റെയിൽവേയുടെ തീരുമാനം. 19 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. 24 കോച്ച് ട്രെയിനുകൾ നിർത്താവുന്ന 2 പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കും. 2 വന്ദേ ഭാരത് സർവീസുകൾക്കും സ്റ്റോപ്പുകൾ ഉണ്ടാകും. അത്താണി ജംഗ്ഷനിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്ന അത്താണി നെടുമ്പാശ്ശേരി അപ്രോച്ച് റോഡിലെ പാലത്തിന് തൊട്ട് താഴെയായിരിക്കും നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരൻ ആദ്യം കാണുന്നത് സോളാർ പാടം. സോളാർ പാടത്തിന് എതിർവശത്തായിരിക്കും കൊച്ചിൻ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ബസ്സുകൾ, ഒപ്പം തന്നെ കാറ് തുടങ്ങി സ്വകാര്യ വാഹനങ്ങളിൽ വേണം 1 കിലോമീറ്റർ തൊട്ടപ്പുറത്തുള്ള വിമാനത്താവളത്തിലേക്ക് എത്താൻ. ഇതിനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും പ്രത്യേകം പാത സജ്ജീകരിക്കണമെന്ന നിലപാടാണ് ഭൂരിഭാഗം യാത്രക്കാരും പ്രദേശവാസികളും വ്യക്തമാക്കുന്നത്. യാത്ര ചെയ്തു വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്തായാലും ഇത്രയും ഡെവലപ്മെന്റ് ഇവിടെ കൊച്ചിയിൽ നടന്ന സ്ഥിതിക്ക് യാത്ര ചെയ്തു വരുന്ന യാത്രക്കാർക്ക് വേറെ പുറത്തിറങ്ങി വേറെ ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു പാത വരുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഭൂമിക്ക് സർക്കാർ ഒരു വാല്യുവേഷൻ ഇപ്പോൾ ഓൾറെഡി വാല്യുവേഷൻ ഉണ്ട് ഭൂമികൾക്ക്. ഇവിടെ പത്രം ഇപ്പോൾ നടക്കുന്നത് എന്ത് വിലയാണെന്ന് എല്ലാവർക്കും അറിയാം. കുറച്ച് എഴുതാനും പറ്റൂല. അപ്പോൾ ഇവിടെ സർക്കാർ ഒരു വാല്യുവേഷൻ ഇട്ടുണ്ട്. ആ വാല്യുവേഷൻ ഭൂമിക്കാർ കൊടുത്താൽ ഭൂമി വിട്ടുകൊടുക്കും ആൾക്കാർ. 1.5 മാസം മുമ്പ് ഞാൻ ബസ്സിൽ വന്ന സമയത്ത് ഇതേപോലെ എനിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗ്യത്തിന് അന്ന് പ്ലെയിൻ ലേറ്റ് ആയതുകൊണ്ട് മാത്രം എനിക്ക് ആ ഫ്ലൈറ്റ് കിട്ടിയത്. അത് ഈ ഒരു പ്രശ്നം കാരണമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് എത്തുന്ന രീതിയിൽ ഒരു ഓപ്ഷനും ഇല്ല. ഒറ്റയ്ക്ക് വരുന്ന ഒരാൾക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആരെങ്കിലും കൊണ്ടേ വിടാനുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളെപ്പോലെ ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് വരുന്ന ഒരാൾക്ക് ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പ്രത്യേകം പാത സജ്ജീകരിക്കാനുള്ള ആലോചന മുന്നിലുണ്ടെന്നും സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വെല്ലുവിളിയെന്നും സ്ഥലം എം പി ബെന്നി ബെഹനാൻ. സിയാൽ അധികൃതരുമായി ചർച്ച ചെയ്ത് ഉടൻ തീരുമാനമെടുക്കുമെന്നും ബെന്നി ബെഹനാൻ എം പി 24നോട്. ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് തന്നെ എയർപോർട്ടിൽ വരുന്ന യാത്രക്കാർക്ക് സൗകര്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ എയർപോർട്ടുമായി ഏറ്റവും അടുത്ത് വേണം. എയർപോർട്ടിന് അടുത്തുകൂടിയാണ് റെയിൽവേ ലൈൻ പോകുന്നത്. അവിടെ ഇപ്പോൾ തന്നെ റെയിൽവേക്ക് സ്ഥലമുണ്ട്. ആ സ്ഥലം കൂടുതൽ വേണമെങ്കിൽ, അതിൽ കൂടുതൽ സ്ഥലം വേണമെങ്കിൽ സിയാലിന് അവിടെ ആവശ്യാനുസരണം സ്ഥലമുണ്ട്. ആ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകണം എന്ന് ഞാൻ സിയാൽ എം ഡിയോടും അതുപോലെ തന്നെ മന്ത്രിയോടുമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അനുഭാവമായി അവർ പരിഗണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയർപോർട്ട് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ ട്രെയിനിലെത്തുന്ന വിമാനത്താവള യാത്രികർക്ക് വലിയ ആശ്വാസമാകും. ഒപ്പം വിമാനത്താവളത്തിൽ നിന്ന് വളരെ വേഗം സ്റ്റേഷനിലെത്തേണ്ട സൗകര്യവും, അതായത് ഒരു കൈയകല വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും വേണമെന്ന നിലപാടിലാണ് ഭൂരിഭാഗം പേരും. വിമാനത്താവളത്തിനൊപ്പം റെയിൽവേ സ്റ്റേഷൻ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വ്യാപിപ്പിക്കാനൊരുങ്ങുന്ന കൊച്ചി മെട്രോ എല്ലാം കൂടിയാകുമ്പോൾ ചരക്കു നീക്കത്തിനടക്കം പ്രധാനപ്പെട്ട ഹബ്ബായി നെടുമ്പാശ്ശേരി മാറുമെന്നതിൽ ഒരു തർക്കവുമില്ല. കൊച്ചിയിൽ നിന്നും മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.